ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ ഇന്ന് ചിക്കൻ ഇല്ലാതെ എങ്ങനെ നമ്മൾ ചിക്കൻ റോൾ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ആവശ്യത്തിന് കുറച്ച് മൈദ എടുത്തു കേട്ടോ. ആ മൈദ എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് പാകത്തിന് ഈസ്റ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈസ്റ്റൊക്കെ നമ്മൾ പാകത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അങ്ങനെ നമ്മൾ പഞ്ചസാരയൊക്കെ പാകത്തിന് ഇട്ടു. ഇനി നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ മാവ് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം നമ്മൾ മാവൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. അപ്പം അതിന് ശേഷം നമുക്ക് പിന്നെ സോയാബീനാട്ടോ നമ്മുടെ ചിക്കൻ്റെ പകരം നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മളിത് ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പം നമുക്ക് സോയാബീനാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. അപ്പം നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പിന്നെ നമ്മുടെ ഗരം മസാലയും പിന്നെ ചിക്കൻ ചില്ലിയുടെ മസാല ഒക്കെ ഇട്ടിട്ട് പിന്നെ നമുക്കൊരു നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ റോള് കഴിക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ. ഒരു വ്യത്യാസവും ഉണ്ടാവില്ല കേട്ടോ. നമുക്കിത് സോയാബീൻ തന്നെയാണെന്ന് അറിയുക പോലും ഇല്ല കേട്ടോ. അപ്പം നമുക്ക് ചിക്കൻ ഇല്ലാതെ നമുക്ക് ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മസാല പുരട്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ നമ്മൾ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫൈനലായിട്ട് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ബ്രെഡ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ സോയാബീനൊക്കെ ഒന്ന് നമ്മൾ മൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മുടെ സോയാബീൻ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. സോയാബീനൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ നമ്മുടെ സോയാബീനൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സിയിലേക്ക് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ അതിൽ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ എണ്ണയിൽ തന്നെ നമ്മുടെ സബോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ സബോള ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് മുരിഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ സബോളയിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതോടെ കിടക്കും. അതിനുശേഷം നമ്മുടെ സോയാബീൻ ഒന്ന് ക്രഷ് ചെയ്തത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റാം. അപ്പോൾ നമ്മുടെ സോയാബീനൊക്കെ ക്രഷ് ചെയ്തത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതിനുശേഷം നമുക്ക് സോയാ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് അതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ പാകത്തിന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയും കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തു. മസാലയൊക്കെ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ. നമ്മളിങ്ങനെ മൈദേനെ പരത്തി എടുത്തു കേട്ടോ. അതിനുശേഷം നമ്മുടെ സോയാബീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് റോള് പോലെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ കണ്ടോ, ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്കത് മടക്കിയെടുക്കേണ്ടത്. ഇങ്ങനെ നമുക്ക് മടക്കി കൊടുക്കാം.
എന്നിട്ട് പിന്നെ നമുക്ക് അതിന് ശേഷം നമ്മുടെ മൈദയും കുരുമുളകും ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് വെള്ളം പോലെ ആക്കിയിലേക്ക് മുക്കി കൊടുത്തിട്ട് നമ്മുടെ ബ്രെഡ് പൊടിച്ചു വെച്ച ബ്രെഡിൻ്റെ പൊടിയിലേക്ക് നമുക്ക് അതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് നമ്മുടെ ഇതൊക്കെ എണ്ണയിൽ ഇട്ട് മുരിച്ചെടുക്കണം. റോളൊക്കെ ഇതാ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാം സെറ്റാക്കി ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ റോളുകളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കട്ടെ. അപ്പം അത് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന ടൈമിൽ നമുക്കത് എടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ. അപ്പം നമ്മുടെ സോയാബീൻ്റെ റോളൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സോസും കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സോയാബീൻ റോള് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഒന്ന് സോസിലൊക്കെ ഒന്ന് മുക്കി ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ മാറി നിൽക്കണം കേട്ടോ, അത്രയും ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. ബൈ.